ബില്ല് പാസ്സാക്കി നന്നായി എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. നിങ്ങൾക്ക് തന്നെ അറിയാം, മുനമ്പത്ത് നിങ്ങൾ പോയി, ഞാൻ പോയ ആളാണ്. ഞാൻ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് മുനമ്പത്ത് പോയ ആളാണ്. എത്രയോ കൊല്ലമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, അവിടെ എല്ലാ വിഭാഗക്കാരുമുണ്ട്. അത് ലത്തിൻകാർ കൂടുതലുണ്ട് എന്നുള്ളത് നേരെ തന്നെ. ഈഴവരുണ്ട്, ഗുരുമന്ദിരമുണ്ട്, ഞങ്ങളുടെ യൂണിയൻ ഓഫീസുണ്ട്. ഞാൻ എൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. കുറേ അധികം പാവപ്പെട്ടവർ മണ്ണ് കുത്തിയും എല്ലാം ഇറക്കിയും ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് എത്രയോ കൊല്ലമായി അവർ താമസിക്കുന്നത്. അവിടെ തെങ്ങൊക്കെ കണ്ടാൽ എത്രയോ ചില്ലിത്തെങ്ങായിട്ട് നിൽക്കുകയാണ്. അത്രയും പഴക്കമുള്ള ഭൂമിയിൽ നിന്ന് അവരെല്ലാം ഇറക്കി വിടണമെന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? അതിനൊരു തീരുമാനം ഉണ്ടാകണം എന്നവർ ആഗ്രഹിച്ചാൽ, ആ ഭൂമി അവർക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ എന്താ തെറ്റ് പറയാൻ? അതുകൊണ്ട് വഖഫ് ബോർഡ് ബില്ല് മുസ്ലിങ്ങൾക്ക് ഒരിക്കലും എതിരല്ല എന്ന് നരേന്ദ്രമോദി 4 പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷേ അത് ഒരു പാവപ്പെട്ട മുസ്ലിമിനും എതിരല്ല, ആർക്കും എതിരല്ല. കൈവശം ഇരിക്കുന്ന അവർക്ക് തുടർന്ന് കിട്ടുക എന്നുള്ള അതിൽ വെച്ചുകൊണ്ട് വരുന്ന ഒരു നിയമം വന്നു എങ്കിൽ, ഞാൻ നിയമത്തെ പറ്റി പുള്ളി പഠിച്ചിട്ടില്ല, ഒന്നെങ്കിൽ അത് നല്ലത് തന്നെയാണ്. കാരണം പണ്ടും കണ്ട ഒരു നിയമം ഉണ്ടാക്കി വഖഫ് ബോർഡിൽ ആരെങ്കിലും ഒരാൾ നോക്കിയാൽ കാണുന്ന സ്ഥലം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ അത് അവർക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എന്തൊരു ന്യായം ഇത്? അത് ന്യായമല്ല, അന്യായമാണ്. അന്യായം ഇല്ലാതാക്കി ന്യായമായ ഒരു തീരുമാനം, ഒരു ബില്ലിപ്പോൾ കൊണ്ടുവന്നുവെങ്കിൽ 2 കൈയിൽ നീക്കി നമ്മൾ സ്വീകരിക്കേണ്ടതാണ്.